ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ കൃപയും ഭഗവാന്റെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടുന്നത്? എല്ലാ മക്കളും എനിക്കറിയാം, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നുവെന്ന്. അത് എന്നാലും ഞാനൊന്നുകൂടെ പറയുന്നു എന്ന് മാത്രം. പ്രാർത്ഥന അതായത് നമ്മൾ ഈ ലോക ചിന്തകളൊക്കെ അപ്പോഴത്തേക്ക് ഭഗവാനോട് ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കാനിരുന്നാൽ മറ്റ് ചിന്തകളെല്ലാം അങ്ങ് ഒഴിച്ചു വയ്ക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് എല്ലാം ലോകത്തിലെ വേണ്ടുന്നതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാതെ വേണം യഥാർത്ഥമായി സ്നേഹിക്കാൻ ഭഗവാനെ. നിഷ്കളങ്കമായ ഒരു ഭക്തി ഭഗവാനോട്. അതായത് ലോകോ ഉചിതം വിവിധ ഭൂതിയിലാശയില്ലെന്നാകിൽ തദീയ കരുണാസോ ആസ്വദിപ്പാൻ കാംക്ഷിച്ചു കാലടി പണിഞ്ഞു കിഴിഞ്ഞു കേണു യാചിക്ക ഭക്തി അകമേ നിതരാം സ്ഫുരിപ്പാൻ. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രകാശിക്കാൻ എങ്ങനെയാ? ഭഗവാന്റെ കരുണാസമം ആസ്വദിക്കണമെങ്കിൽ അത്രമാത്രം ആകാംക്ഷ നമുക്ക് വേണം, അത്രമാത്രം ആർത്തി വേണം. ലോകോ ഉചിതമല്ല നമുക്ക് ആർത്തി വേണ്ടത്. അതങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഭഗവാനെ വേണമെങ്കിൽ അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കണം. ലോകോചിതം വിവിധ ഭൂതിയിൽ ആശയില്ലെന്നാകിൽ തദീയ കരുണാസമാസ്വദിപ്പാൻ. അതായത് മറ്റ് ചിന്തയില്ല, ഈ ലോക ചിന്ത ഇല്ലെങ്കിൽ ഭഗവാന്റെ കരുണാസം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് തദീയ കരുണാസം ആസ്വദിപ്പാൻ കാംക്ഷിച്ചു. നമ്മൾ അങ്ങനെ കാംക്ഷിക്കണം, അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കാലടി പണിഞ്ഞു കിഴിഞ്ഞു കേണു യാചിക്ക. ഭഗവാന്റെ പാദത്തിൽ കിടന്ന് ഉരുണ്ട് കരഞ്ഞ് കിഴിയണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അത്രത്തോളം ഭഗവാൻ നമുക്ക് മനസ്സിലറിയാം. പ്രാർത്ഥനാ സമയത്ത് ചില മക്കൾ പറയും, അത്രയും ഇരുന്നത് പോരാ, ഗൽഗത ഉണ്ടാകുന്നു, കണ്ണുനീരുണ്ടാകുന്നു. ഇതൊക്കെ പറയുമ്പോൾ അറിയാം ഇതിലുണ്ട്, ഭക്തന്മാരും ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾ എന്ത് വേണം? ഭഗവാന്റെ കാലടി പണിഞ്ഞ് കിഴിഞ്ഞ് കരയണം. അപ്പോഴാണ് അങ്ങനെ യാചിക്കണം. അതാണ് പ്രാർത്ഥന. അങ്ങനെ എന്തിനു വേണ്ടിയാ? ഈ ലോക ചിന്തയ്ക്കാണോ? ഈ ലോക നന്മയ്ക്കാണോ? അത് വേണമെങ്കിലും വേണം. പക്ഷേ ഭഗവാന്റെ കരുണയും കൃപയൊക്കെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ ഇത് വേണം. ഇങ്ങനെ കിഴിഞ്ഞ് കരഞ്ഞെങ്കിലേ ഭഗവാൻ അപ്പോഴെന്തേലും അങ്ങനെ യാചിക്കണം. അങ്ങനെ നമ്മൾ ചോദിച്ച് അപേക്ഷിക്കണം, യാചിക്കണം. ഭക്തി അകമേ നിതരാ സ്ഫുരിപ്പാൻ, നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാൻ ഭഗവാന്റെ കൃപ ഉള്ളിലേക്ക് വന്നെങ്കിലേ ഹൃദയം പ്രകാശിക്കൂ. ലോകോചിതം വിവിധ ഭൂതിയിൽ ആശയില്ലെന്നാകിൽ തദീയ കരുണാസവം ആസ്വദിപ്പാൻ കാംക്ഷിച്ചു കാലടി പണിഞ്ഞു കിഴിഞ്ഞു കേണു യാചിക്ക ഭക്തി അകമേ നിതരാം സ്ഫുരിപ്പാൻ. എങ്ങനെയാ അതിന്? ചുട്ടുള്ള ചിത്തമൊടു ബാഷ്പജലം പൊഴിച്ചും നമ്മുടെ ഹൃദയം വേദനിക്കണം. ഭഗവാനെ കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു പ്രസവിച്ച കുഞ്ഞിനെ തന്നെ നമുക്ക് അല്പനേരം ഒന്ന് കാണാതിരുന്നാൽ നമ്മുടെ ഹൃദയം ചുട്ടുപൊള്ളൂലേ? അതുപോലെ ആണോ? അതിനേക്കാൾ 10 മടങ്ങല്ല 100 മടങ്ങല്ല ഭഗവാനോട് യാചിക്കേണ്ടത്. ചുട്ടുള്ള ചിത്തമൊടു ബാഷ്പജലം പൊഴിച്ചും, അത്ര ഹൃദയവേദനയായിരിക്കണം കരച്ചിലിന്. അങ്ങനെയുള്ള കണ്ണുനീര്, ബാഷ്പജലം കണ്ണുനീര് അത്ര ഹൃദയവേദനയാണ്. ആ വേദന അനുഭവിച്ചെങ്കിലേ അത് പകരാൻ പറ്റുള്ള, അനുഭവക്കാർക്കേ അറിയത്തുള്ളൂ, അത് പറഞ്ഞുതരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ചുട്ടുള്ള ചിത്തമൊടു ബാഷ്പജലം പൊഴിച്ചും മുറ്റുന്നൊരാശയോട് ഈശ്വരനോടിരുന്നാൽ. മുറ്റുന്നൊരാശയായിരിക്കണം, ഭഗവാൻ എനിക്ക് കിട്ടിയേ പറ്റൂ ഭഗവാനേ എന്നുള്ളൊരു ഒരു ഹൃദയവേദന, ഒരു ചുട്ടുള്ള വേദനയോട് ആശ. അങ്ങനെ ഭഗവാനോട് ഇരുന്നാൽ, മുറ്റുന്നൊരാശയോട് ഈശ്വരനോട് ഇരുന്നാൽ, യാചിച്ചാൽ കേട്ടിടും ആശു ഭഗവാൻ അലിയട്ടവൻ നിൻ കഷ്ടാനുഭൂതിയിലുളാം നയനാംബുരാശവും. അങ്ങനെ ഭഗവാൻ അത് കേൾക്കുമ്പോൾ ഭഗവാന്റെ ഹൃദയം അലിയും. ഭഗവാൻ അലിയണമെങ്കിൽ നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ചെല്ലണം, യാചിക്കണം. ഹൃദയവേദന അങ്ങോട്ട് ചെന്നെങ്കിലേ ഭഗവാൻ അലിഞ്ഞു വരും.
അങ്ങനെ ഭഗവാന്റെ ഹൃദയം അലിയുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭൂതി എന്താ, നമുക്ക് എന്ത് വന്നാലും ഒരു കഷ്ടാനുഭൂതിയിൽ ഭഗവാൻ എപ്പോഴും കഷ്ടാനുഭൂതിയിലുള്ള നയനാംബുരാശവും നമ്മുടെ ആ കണ്ണുനീരാകുന്ന പ്രാർത്ഥന അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മുടെ കഷ്ടങ്ങളെ മാറ്റും. നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഭഗവാനെയാണോ? ഭഗവാൻ അത് അനുഗ്രഹവും കൃപയും ഭഗവാൻ പ്രത്യക്ഷമാവുകയും എല്ലാം ചെയ്യുന്നൊരവസ്ഥ. പിന്നെ സർവ്വ കഷ്ടാനുഭവങ്ങളും നമ്മളിൽ നിന്ന് പോകും. ആദ്യം നമ്മളെ ഭഗവാനെ എത്തിപ്പിടിക്കുക. അങ്ങനെ ഹൃദയാംബുരാശ നമ്മുടെ ഉള്ളിലാകുമ്പോൾ പിന്നെ ഈ ലോക കഷ്ടങ്ങളും പിന്നെ അതിൽ നിന്ന് മാറിപ്പോകും. അതാണ് അങ്ങനെ ആയിത്തീരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും ഭയക്കണ്ട. നിൻ പ്രാർത്ഥനയ്ക്കു ഭഗവാൻ ചെവി തന്നുകൊണ്ട് അമ്പിന്നപാമ്പതി സദാ സവിധേ വസിപ്പു. അങ്ങനെയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ അപ്പോൾ ചെവി തന്ന് കേൾക്ക്. ഭഗവാനെ നന്നായി കേൾക്കും. ഭഗവാന്റെ ചെവി തുറന്ന് കേട്ടിട്ട് നമുക്ക് സദാ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അമ്പിന്നപാമ്പതി സദാ സവിധേ വസിപ്പു. സർവ്വസമയത്തും പിന്നെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. ഭഗവാന്റെ കൃപ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിലേക്ക്. നിൻ പേടി പോക്കുവതിന് ഒത്തൊരു ദിവ്യമന്ത്രം. ഭഗവാൻ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു മന്ത്രം ഉണ്ടല്ലോ, നമ ഭഗവാനേ നാരായണ കൃഷ്ണ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു മന്ത്രം. രാമ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവട്ട് ലയിക്കുക, ചേരുക. രാമ ആത്മാവിൽ രമിക്കുക. അത് പറഞ്ഞെന്ന് എൻ്റെ അച്ഛൻ കുട്ടിനാളിലേ രാമ എന്ന് ചൊല്ലാൻ പഠിപ്പിക്കുമ്പം കുഞ്ഞ് 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ വന്നു ഒരു ഗുരുകുലത്തിൽ നിന്ന് കിട്ടുന്നതൊന്നും പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവൂല. എങ്കിലും അന്ന് ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ ഇപ്പോഴിപ്പോഴുണ്ട്. ആത്മാവിൽ രമിക്കുന്നവൻ ആത്മാരാമൻ. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പരമാത്മാവോട് ലയിക്കുന്നതിനാണ് രാമൻ എന്ന് പറയുന്നത്. ആ ശ്രീരാമ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകളെല്ലാം അപ്പോഴത്തേക്ക് മാറി ഒഴിഞ്ഞു പോയിട്ട് ആത്മാവിൽ രമിക്കുക, അല്ലെങ്കിൽ ലയിക്കുക. കർപ്പൂരവും അഗ്നി കൂടെ ലയിക്കുന്നത് പോലെ നമുക്ക് ലയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിൻ പേടി പോക്കുവതിനൊത്തൊരു ദിവ്യ മന്ത്രം സമ്പൂർണ്ണ ഭക്തിയോട് നാമജപം സദൈവ. എപ്പോഴും ഭഗവാനേ കൃഷ്ണ രാമ 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 എന്ന് നമ്മൾ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭയം ഒട്ടും നമുക്ക് വരത്തില്ല. സർവ്വപേടിയും പോകും. സമ്പൂർണ്ണ ഭക്തിയോടാണ് വേണ്ടുന്നത് നാമജപം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഉള്ളറിയാതെ ഉള്ളിൽ ഒന്നും വരുത്താതെ ഈശ്വരനെ അകത്തിരുത്താതെ പാടില്ല. എപ്പോഴും മറ്റു വിഷയങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഭഗവാനെ അരമണിക്കൂറായാലും 1 മണിക്കൂറായാലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ മാത്രമേ നമ്മളെ മനസ്സിൽ കാണാവൂ. മന്ത്രം അത്രമാത്രം ആർത്തിയോട്, അതായത് ചുട്ടുള്ള ചിത്തമോട് അത്രമാത്രം വേദന വേണം നമുക്ക് ഭഗവാനെ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഭഗവാനോടെ അടങ്ങിയിരിക്കത്തില്ല. ഭഗവാന്റെ ഹൃദയം അലിയും. അങ്ങനെ നമ്മൾ അത്രത്തോളം നമ്മൾ ഇരക്കണം, യാചിക്കണം. അതാണ് വെറുതെ പ്രാർത്ഥനയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പല മക്കളും നന്നായി പ്രാർത്ഥിക്കൊണ്ട് എപ്പോഴും, പക്ഷേ ആർത്തി ഇരമ്പി വരണം. അത് അങ്ങേയറ്റത്തെ ഒരു വെമ്പലായിരിക്കണം ഭഗവാനെ പ്രത്യക്ഷമായി കാണണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെപ്പോഴും ഭഗവാന്റെ കൃപ ഒഴുകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ മന്ത്രം ജപിക്കുമ്പോൾ അത്രമാത്രം ബാഷ്പം കണ്ണുനീരൊഴുകണം. വിഷമം ഉള്ളിൽ അങ്ങേയറ്റം ചുട്ടുള്ള വേദന, ആത്മവേദന ഉണ്ടാകണം. അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാനത് അത്രത്തോളം പറയുന്നത് എനിക്കറിയാം. ഞാൻ അനുഭവിച്ച വേദനകൾ, എത്രമാത്രം നിലവിളിച്ചത്, ഉരുണ്ടതും കരഞ്ഞതൊക്കെ കണക്കില്ലാത്ത ദിവസങ്ങൾ. എത്ര ദിവസമെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എത്ര നാളിങ്ങനെ കരഞ്ഞെന്ന്. അങ്ങനെയാണെന്ന് ഇതിനാണെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാനിങ്ങനെ എൻ്റെ ഇങ്ങനെ വരുന്നു, ഞാനിങ്ങനെ നിലവിളിക്കുന്നു, ഉരുളുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന വേണം നമുക്ക്. എന്നാലേ അത്രത്തോളം വരുമ്പം മനസ്സിലാക്കണം, ഇത് അങ്ങേയറ്റത്തെ ആയി. അപ്പോൾ ഭഗവാൻ കൃപ ചൊരിയാനുള്ള സമയമാവും. നമുക്ക് തന്നെ അത് പറഞ്ഞു തരുന്നതുകൊണ്ട് ചിലപ്പോൾ മക്കൾക്കറിയാം. പക്ഷേ എനിക്കന്ന് അറിയില്ലല്ലോ, ആരും പറഞ്ഞു തരാനില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ അനുഭവിച്ചറിഞ്ഞതാണ്. എല്ലാവർക്കും നമസ്കാരം. കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് ഭഗവാനെ ധ്യാനിക്കണം. ഭഗവാനോട് അങ്ങേയറ്റമായി ഇരുന്ന് യാചിച്ച് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഈ ലോക ചിന്തയ്ക്കല്ല, ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി, ഭഗവാനെ പ്രത്യക്ഷമായി കാണാൻ വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.